Hi students, MG University Honours second semester MDC മാത്തമാറ്റിക്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് റിവിഷൻ പോലെ ചെയ്യുകയാണ്. 3 മോഡ്യൂളാണ് ഉള്ളത്. ഒന്നാമത്തെ മോഡ്യൂളിനകത്ത് മെട്രിക്സസും ക്വാഡ്രാറ്റിക് ഇക്വേഷനുമാണ്. രണ്ടാമത്തേനകത്ത് നമ്മൾ കാണുന്ന ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനും മൂന്നാമത്തേനകത്ത് നമ്മൾ കാണുന്നത് ഡെറിവേറ്റീവിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നോക്കാം. മെട്രിക്സ് എന്ന് വെച്ചാൽ റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ്, അതിൻ്റെ പ്ലൂറലാണ് മെട്രീസസ്. ഇനി ഓർഡർ, ഒരു മെട്രിക്സിൻ്റെ ഓർഡർ 3/4 എന്ന് വെച്ചാൽ അതിന് 3 റോയും 4 കോളവും കാണും. നിങ്ങൾ താഴെ കാണുന്ന എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഉണ്ടോ, 2 റോയും 3 കോളവും ആയതുകൊണ്ട് അതൊരു 2/3 മെട്രിക്സ് ആണ്. ഇനി റോ മെട്രിക്സ് എന്ന് വെച്ചാൽ ഒരു മെട്രിക്സിന് ഒറ്റ റോ മാത്രമേ ഉള്ളൂ എങ്കിൽ അതാണ് റോ മെട്രിക്സ്. കോളം മെട്രിക്സ് എന്ന് വെച്ചാൽ ഒറ്റ ഒരു കോളമേ കാണാവൂ. സ്ക്വയർ മെട്രിക്സ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ആർ സെയിം. ഇനി ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് വെച്ചാൽ ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 1, ബാക്കിയെല്ലാം 0. സീറോ മെട്രിക്സ് എന്ന് വെച്ചാൽ എ മെട്രിക്സ് ഇൻ വിച്ച് ഓൾ എലമെൻറ്റ്സ് ആർ 0. സീറോ മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ആണോ നിർബന്ധമില്ല. സീറോ മെട്രിക്സിൻ്റെ വേറൊരു പേരാണ് നൾ മെട്രിക്സ്. സിംഗുലാർ മെട്രിക്സ് എന്ന് വെച്ചാൽ ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആണെങ്കിൽ അത് സിംഗുലാർ മെട്രിക്സ്, ഡിറ്റർമിനൻറ്റ് 0 അല്ല എങ്കിൽ നോൺ സിംഗുലാർ മെട്രിക്സ്. ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്ന് വെച്ചാൽ ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ ഇൻവേർട്ടിബിൾ മെട്രിക്സ്, ഇൻവേഴ്സ് ഇല്ലെങ്കിൽ നോൺ ഇൻവേർട്ടിബിൾ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്ന് വെച്ചാൽ ഒരു മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ് മാത്രം നോൺ സീറോ, ബാക്കിയെല്ലാം 0 എന്ന് വെച്ചാൽ ഡയഗണൽ അല്ലാത്ത എല്ലാം 0 വന്നാൽ ഡയഗണൽ മെട്രിക്സ്. സ്കെയിലാർ മെട്രിക്സ് എന്ന് വെച്ചാൽ ഒരു ഡയഗണൽ മെട്രിക്സിനകത്തെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം സെയിം ആകുമ്പോൾ, ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 1 ആകുമ്പോൾ അതാണ് ഐഡൻറ്റി മെട്രിക്സ്, ഡയഗണൽ എല്ലാം സെയിം ആകുമ്പോൾ സ്കെയിലാർ മെട്രിക്സ്. ഇനി ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് വെച്ചാൽ എന്താണ്, റോ എല്ലാം കോളം ആവും, കോളം എല്ലാം റോ ആവും. ഇവിടെ കണ്ട എ എന്ന് പറഞ്ഞ മെട്രിക്സ് 1 2 3 0 1 2 3, ആ ആദ്യത്തെ റോ 1 2 3 കണ്ടോ, ആദ്യത്തെ കോളമായിട്ട് മാറി താഴോട്ട് കണ്ടോ, അതാണ് എ ട്രാൻസ്പോസ്. ഇനി എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആകുമ്പോൾ എയെ നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിക്കും. ആൻറ്റി സിമെട്രിക് എന്ന് വിളിക്കണമെങ്കിൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു -a. അപ്പോൾ ആൻറ്റി സിമെട്രിക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡയഗണൽ എലമെൻ്റ് എല്ലാം 0 ആയിരിക്കും, അതോടെ ഓർത്ത് വെച്ചോണം. ഇനി 2 മെട്രിക്സ് കുറയ്ക്കുന്നത് ഇൻറ്റു ചെയ്യുന്നത്. 2 മെട്രിക്സ് കൂട്ടണമെങ്കിൽ കുറയ്ക്കണമെങ്കിൽ അത് രണ്ടിലും സെയിം ഓർഡർ ആയിരിക്കണം. എന്നിട്ട് നമ്മൾ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി പ്രോഡക്റ്റ് ആണ് ഇമ്പോർട്ടൻ്റ്. എയും ബിയും 2 മെട്രിക്സ് ആണെങ്കിൽ a ഇൻറ്റു ബി, അതിനെ നമ്മൾ എ ബി എന്ന് ഡിനോട്ട് ചെയ്യും. അങ്ങനെ ചെയ്യണമെങ്കിൽ ആദ്യത്തെ മെട്രിക്സിൻ്റെ കോളത്തിൻ്റെ എണ്ണവും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോയുടെ എണ്ണവും സെയിം ആയിരിക്കണം. എന്ന് വെച്ചാൽ ആദ്യത്തെ മെട്രിക്സ് m/n ആണ്, രണ്ടാമത്തേത് n/p ആണെങ്കിൽ കണ്ടോ m/n n/p കണ്ടോ, n, അതായത് ആദ്യത്തേൻ്റെ നമ്പർ ഓഫ് കോളവും രണ്ടാമത്തേൻ്റെ നമ്പർ ഓഫ് റോയും സെയിം ആണെങ്കിൽ മാത്രമേ പ്രോഡക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ പുതിയ പ്രോഡക്റ്റിൻ്റെ ഓർഡർ എന്ന് വെച്ചാൽ m/p ആയിരിക്കും. ഇവിടെ 2 മെട്രിക്സ് ഇൻറ്റു ചെയ്തതുകൊണ്ട് ഒരു 2/3 മെട്രിക്സും 3/2 മെട്രിക്സും, അത് കഴിയുമ്പോൾ കണ്ട 2/3 3/2, അപ്പോൾ 3 3 ആണ് അടുപ്പിച്ച് വരുന്നത്. കിട്ടുന്ന മെട്രിക്സ് 2/2 ആയിരിക്കും. നിങ്ങൾക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു, +2 പഠിക്കുന്നതാണ്. ഇനി സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഉള്ളൂ ഡിറ്റർമിനൻറ്റ്. ഇനി ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഡയഗണൽമെല്ലാം കൂട്ടുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ട്രേസ്. ഇനി എ ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്തോ, അഡ്ജോയിൻ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ. ഡിറ്റർമിനൻറ്റ് കാണാൻ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അഡ്ജോയിൻ്റ് കാണുന്നത് എങ്ങനെയാണെന്ന് ഒരു ക്വസ്റ്റ്യൻ ചെയ്തേക്കുകയാണ്. എ എന്ന് പറഞ്ഞ മെട്രിക്സ് 1 0 1 -1 1 2 1 1 2. അപ്പോൾ ആദ്യമേ ഇതിൻ്റെ മൈനർ എഴുതണം, കോഫാക്ടർ എഴുതണം, കോഫാക്ടർ മെട്രിക്സ് എഴുതണം. ആ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിൻ്റ്. അപ്പോൾ ആദ്യം മൈനർ, ഓരോ എലമെൻറ്റിൻ്റെ മൈനർ എന്ന് വെച്ചാൽ ഇപ്പോൾ ആദ്യത്തെ എലമെൻ്റ് ഏതാ 1. അപ്പോൾ 1 ഉള്ള റോയും കോളവും മാറ്റി ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ് അതാ ഇവിടെ എഴുതിയേക്കുന്നത്.
ഇനി M12 എന്ന് വെച്ചാൽ ഫസ്റ്റ് റോയിലെ രണ്ടാമത്തെ എലമെൻ്റായ 0. ആ 0 ഉള്ള റോയും കോളവും മാറ്റി ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ്. അങ്ങനെ നമ്മൾ ഓരോന്ന് എഴുതിയേക്കുകയാണ്. അവിടെ നമ്മൾ സൈൻ കൂടി ഇടുമ്പോൾ സൈൻ എങ്ങനെ എഴുതുന്നതെന്നറിയോ? -1⁻I+10. അതായത് നമ്മുടെ ഈ സഫിക്സ് കണ്ടോ, M11 M12, അത് ആ സഫിക്സ് കൂട്ടുമ്പോൾ 11 എന്ന് പറയുമ്പോൾ കൂട്ടുമ്പോൾ 2. ഈവൻ കിട്ടുവാണെങ്കിൽ ആ സൈൻ തന്നെ, ഓഡ് കിട്ടുവാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു നെഗറ്റീവ് കൂടി ഇടും. എന്നിട്ട് അത് മെട്രിക്സ് ആയിട്ട് എഴുതുന്നതാണ് കോഫാക്ടർ മെട്രിക്സ്. അതിൻ്റെ ട്രാൻസ്പോസാണ് അഡ്ജോയിൻ്റ്. എന്നിട്ട് നമ്മൾ ഡിറ്റർമിനൻറ്റും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇൻവേഴ്സ് കിട്ടുന്നത്. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് വെച്ചാൽ AX² + BX + C = 0 വേർ A ≠ 0. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. തേർഡ് ഡിഗ്രിയാണ് ക്യൂബിക്. നമുക്കിവിടെ പോളിനോമിലാണ്. ഇപ്പോൾ ക്വാഡ്രാറ്റിക് പോളിനോമിൽ എന്ന് വെച്ചാൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിലാണ്. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിലാണ് ലീനിയർ. തേർഡ് ഡിഗ്രി പോളിനോമിലാണ് ക്യൂബിക് പോളിനോമിൽ. ഇനിയും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ക്വാഡ്രാറ്റിക് ഫോമുലയാണ് x = -b ± √b² - 4ac/2a. ആ റൂട്ടിനകത്തുള്ള b² - 4ac ആണ് ഡിസ്ക്രിമിനൻ്റ് എന്ന് വിളിക്കുന്നത്, d. ആ d = 0 ആണെങ്കിൽ 2 ഈക്വൽ റൂട്ട്, >0 ആകുമ്പോൾ 2 ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്, <0 ആണെങ്കിൽ കോംപ്ലക്സ് റൂട്ട്. ഇവിടെ 2 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. സോൾവ് x² + 3x + 2. a 1 ആണ്, b 3 ആണ്, c 2 ആണ്. എക്സ് നമ്മുടെ ഇക്വേഷൻ -b ± √b² - 4ac/2a. അതിനകത്ത് a bയും c ഇട്ട് കൊടുക്കുമ്പോൾ കണ്ട് 2 ആൻസർ കിട്ടിയ -2 -1. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ x² - 4 = 0. a 1 ആണ്, b എന്ന് വെച്ചാൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇല്ലാത്തതുകൊണ്ട് 0, c എന്ന് വെച്ചാൽ കോൺസ്റ്റൻ്റ് ആയ -4. എന്നിട്ട് ഇക്വേഷൻ ഇട്ട് കൊടുത്ത് ചെയ്തപ്പോൾ ഒറ്റ ആൻസറേ കിട്ടുന്നുള്ളൂ, കാരണം ഡിസ്ക്രിമിനൻ്റ് അവിടെ 0 ആയതുകൊണ്ട്. ഇനി ഫാക്ടറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? x² - 5x + 6. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ആ -5 എന്ന് വെച്ചാൽ 2 നമ്പർ കൂട്ടുന്നതാണ്, 6 എന്ന് വെച്ചാൽ ആ 2 നമ്പർ ഇൻറ്റു ചെയ്യുന്നതാണ്. അപ്പോൾ 2 നമ്പർ പ്ലസ് ചെയ്യുമ്പോൾ -5ഉം ഇൻറ്റു ചെയ്യുമ്പോൾ 6ഉം കിട്ടണമെങ്കിൽ അത് -2 -3. അതുകൊണ്ട് x - 2 x - 3 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ പ്രധാനപ്പെട്ട അതൊക്കെയാണ്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫാക്ടോറിയലാണ് സെക്കൻഡ്. അപ്പം 5 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 5 തൊട്ട് താഴോട്ടുള്ള നമ്പർ ഇൻറ്റു ചെയ്യുക. 5 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 5 × 4 × 3 × 2 × 1. n ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ എന്ത്? n × n - 1 × n - 2 × etc. × 2 × 1. 0 ഫാക്ടോറിയൽ എപ്പോഴും 1 ആണ്. ഇതിനകത്ത് 0 എന്ന് എഴുതിയേക്കുന്നത്. 0 ഫാക്ടോറിയൽ എപ്പോഴും 1 ആണ്. 1 ഫാക്ടോറിയലും 1 ആണ്. പെർമ്യൂട്ടേഷൻ NPR എന്ന് വെച്ചാൽ n ഫാക്ടോറിയൽ ബൈ n - r ഫാക്ടോറിയൽ. എപ്പോഴും n-നേക്കാൾ ചെറുതായിരിക്കും r കേട്ടോ. അപ്പോൾ 5p2 എന്ന് വെച്ചാൽ 5 ഫാക്ടോറിയൽ ബൈ 5 - 2 ഫാക്ടോറിയൽ. അതായത് 5 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 5 × 4 ആയ 20. ഇനി 5p0 1. np0 എപ്പോഴും 1 ആണ്. npn n ഫാക്ടോറിയൽ ആണ്. പെർമ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ഒബ്ജക്ട്സ് ഇൻ എ ഡെഫിനിറ്റ് ഓർഡർ. ഇപ്പോൾ ഫോർ എക്സാമ്പിളിനകത്ത് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ വേർഡിനകത്തെ ലെറ്റേഴ്സ് ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ മാത്തമാറ്റിക്സിനകത്ത് മൊത്തം എത്ര ലെറ്റർ ഉണ്ട്? 11 ലെറ്റർ ഉണ്ട്. അതിനകത്ത് 2 M ഉണ്ട്, 2 A ഉണ്ട്, 2 T ഉണ്ട്, ബാക്കിയെല്ലാം ഓരോന്ന്. അപ്പോൾ നമ്മൾ 11 ഫാക്ടോറിയൽ ബൈ റിപ്പീറ്റ് വരുന്നത് താഴെ എഴുതും. 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ അതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുക. ഇനി കോമ്പിനേഷൻ ആകുമ്പോൾ NCR, അതായത് n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n - r ഫാക്ടോറിയൽ. അപ്പോൾ നമ്മുടെ NPRൻ്റെ കൂടെ താഴെ വന്നു? ഒരു r ഫാക്ടോറിയലൂടെ വന്നു. ഇനി NCN 1 ആണ്, NC0 1 ആണ്. NCR എന്ന് പറയുന്നത് NCn - r ആണ്. അതായത് 10C2 എന്ന് വെച്ചാൽ 10C8 ആണ്. നമ്മൾ ഡൈ ത്രോ ചെയ്യുന്ന ക്വസ്റ്റ്യനകത്തെല്ലാം നമ്മൾ കോമ്പിനേഷനാണ് ഉപയോഗിക്കുന്നത്. ഇനി മൂന്നാമത്തെ മോഡ്യൂളിനകത്ത് ഡെറിവേറ്റീവ്. അപ്പം കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. x⁻n ഡെറിവേറ്റീവ് n × x⁻n - 1 ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. x² 2x ആണ്. √x 1/2 √x ആണ്. ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ വെളിയിലെടുക്കാം.
ആഡ് ചെയ്യുമ്പം ഓരോന്നിൻ്റെ ഡെറിവേറ്റീവ് ആഡ് ചെയ്താൽ മതി. ക്വസ്റ്റ്യന് y എന്ന് പറയുന്നത് 3x⁻8 മൈനസ് 2x⁵ പ്ലസ് 6x+1 ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ 3 × 8 × x⁻7 മൈനസ് 2 × 5 × x⁴ പ്ലസ് 6 പ്ലസ് 0. അതാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. ഹൊറിസോണ്ടൽ ടാൻജൻ ലൈൻ എന്ന് വെച്ചാൽ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്നാണെന്ന് ഓർത്ത് വെക്കുക. ഇനി ഫസ്റ്റ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ്, തേർഡ് ഡെറിവേറ്റീവ് ഒക്കെ കാണാൻ അറിയാം. പ്രോഡക്റ്റ് റൂളും കോഷ്യൻ്റ് റൂളും. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അത് ഇങ്ങനെ തന്നെ പഠിച്ചാണ്. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇനി കോഷ്യൻ്റ് റൂൾ എന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ എന്തോ ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഇനി ട്രിഗ്നോമെട്രിക്ക് സൈൻ്റെ ഡെറിവേറ്റീവ് കോസിൻ്റെ മൈനസ് സൈന്, ടാനിൻ്റെ സീക്ക് സ്ക്വയർ, കോട്ടിൻ്റെ മൈനസ് കൊസീക്ക് സ്ക്വയർ, കൊസീക്കിൻ്റെ മൈനസ് കൊസീക്ക് എക്സ് കോട്ടെക്സ്, സീക്കിൻ്റെ സീക്ക് എക്സ് ടാൻ എക്സ്. അത് വെച്ച് ഉള്ള ക്വസ്റ്റ്യൻസ് പ്രോഡക്റ്റ് റൂളും കോഷ്യൻ്റ് റൂളും ഇതൊക്കെ അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചെയിൻ റൂള്, അതായത് ഇപ്പം ഒരു ക്വസ്റ്റ്യനായിട്ട് നോക്കാം. കോസ് x³ ഡെറിവേറ്റീവ്. അപ്പോൾ കോസിൻ്റെ ഒന്ന് മൈനസ് സൈൻ, അപ്പോൾ മൈനസ് സൈൻ x³ പിന്നെ x³ 3x². അങ്ങനെ എഴുതുന്നതിനാണ് ചെയിൻ റൂൾ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ടാൻ സ്ക്വയർ എക്സ്, അപ്പോൾ ഒരു സ്ക്വയർ അല്ലേ, സ്ക്വയർ ആകുമ്പോൾ 2x അല്ലയോ, അപ്പോൾ 2 tan x പിന്നെ tan xൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ്. അങ്ങനെ ഇവിടെ ചെയ്തേക്കുന്നത്. അതേപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇത് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.